ഹലോ മക്കളെ, കേരളത്തിൽ അലൈഡ് കോഴ്സുകളിലോട്ടും അതേപോലെ തന്നെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിലോട്ടും അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ രജിസ്ട്രേഷൻ കേരളത്തിൽ കിട്ടാനുള്ള കീം വഴിയുള്ള രജിസ്ട്രേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങളോട് നമുക്ക് പോവാം. സോ ഈ വീഡിയോ മൊത്തമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്നുള്ള ഐഡിയാസ് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ സിഇയുടെ വെബ്സൈറ്റുള്ള ce.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ട് കയറുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ തന്നെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ കാണാം. ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഈ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള കോഴ്സുകളോട്ടെല്ലാം ഈ കൊടുത്തിരിക്കുന്ന 11ഓളം കോഴ്സുകളിലോട്ട് ഏതൊക്കെയാണ് ഞാൻ ഒന്നുകൂടെ വായിച്ചു തരാം. ബാച്ചലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സയൻസ് ബാംസിലോട്ടും, അതേപോലെ തന്നെ നമ്മുടെ സിദ്ധ, ഹോമിയോപ്പതി, ഉനാനി, പിന്നെ നമ്മുടെ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, കോഓപ്പറേറ്റീവ് ആൻഡ് ബാങ്കിങ് ആൻഡ് ബിടെക് ബയോടെക്നോളജി, പിന്നെ ആനിമൽ ഹസ്ബൻഡറി, പിന്നെ ഫിഷറീസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ കോഴ്സുകളിലോട്ടൊക്കെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, അഡ്മിഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 9-ാം തീയതിയാണ്. 9-ാം തീയതി 3 മണിക്ക് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് ആ 9-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തതനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യും, ഒരു പ്രൊഫഷണൽ അലോട്ട്മെന്റ് തൊട്ടടുത്ത ദിവസം തന്നെ 10-ാം തീയതിക്കുള്ളിൽ തന്നെ എന്ത് ചെയ്യും, അവർ തരുന്നതായിരിക്കും. സോ 10-ാം തീയതിക്കുള്ളിൽ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ കിട്ടുന്ന പ്രൊഫഷണൽ അലോട്ട്മെന്റ് നോക്കുക. ആൻഡ് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് എന്ത് ചെയ്യാം, നിങ്ങളെ വിശദമായിട്ട് തന്നെ അറിയിക്കും. ഓക്കെ, സോ 9-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സൈഡ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ സൈഡ് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, സെൻഡ് SMS എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സെൻഡ് SMS എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു OTP വരും. ആ OTP നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്തുള്ളൂ, ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി കഴിയത്തുള്ളൂ. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ നെക്സ്റ്റ് പറയാനുള്ളത്, നമ്മുടെ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഓൾമോസ്റ്റ് 85% ഓഫ് സീറ്റ്, നമ്മുടെ കേരളത്തിലുള്ള ഓരോ കോളേജിൻ്റെയും 85% ഓഫ് സീറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിലൂടെ എടുക്കാം. അതേപോലെ അഗ്രികൾച്ചറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ബാക്കി 15% സീറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൾ ഇന്ത്യ കോട്ട വഴി അഥവാ ICR വഴിയായിട്ടാണ് പോകുന്നത്. ICRലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഒരുപാട് കുട്ടികൾ അത് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഫസ്റ്റ് അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഡീറ്റെയിലും ഞാൻ എന്ത് ചെയ്യാം, അടുത്ത വീഡിയോസിലായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. മാക്സിമം ലൈവിൽ വരാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. ആൻഡ് നെക്സ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കി 85% നമുക്ക് ICR വഴി നിങ്ങൾ കേരളത്തിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ നീറ്റ് വഴി എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. എന്തെന്നാൽ നീറ്റ് വഴി നിങ്ങൾക്ക് കീമിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് 85% സീറ്റ് ഉണ്ട്, എന്തുണ്ട്, നിങ്ങൾക്ക് അവിടെ വേക്കൻ്റ് ആയിട്ടുണ്ട്. അതേസമയം ICR വഴി പോകുമ്പോൾ നിങ്ങൾക്ക് ഡോമിസൈൽ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നല്ല റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ, ഓൾമോസ്റ്റ് ഒരു 700 അടുത്ത് റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടാനുള്ള ചാൻസ് നിലനിൽക്കുന്നുള്ളൂ. സോ എന്ത് ചെയ്യുക, കീം വഴി പോകാൻ വേണ്ടി ശ്രമിക്കുക. ഓൾസോ OEC കാറ്റഗറി ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കീം വഴി തന്നെ പോവുക. എന്നാൽ OEC കാറ്റഗറിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള അവരുടെ ഫീസിന്റെ റിഡക്ഷനും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, കീം വഴി മാത്രമേ കിട്ടത്തുള്ളൂ. ICR വഴി പോയി കഴിഞ്ഞാൽ അതൊന്നും കിട്ടത്തില്ല. പിന്നെ ICR സ്കോളർഷിപ്പ് ഉണ്ട്, അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ICR വഴി തന്നെ അഡ്മിഷൻ എടുക്കണം. കീം വഴി എടുത്തു കഴിഞ്ഞാൽ ICR സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് ഏതിലോട്ടാണ് നിങ്ങൾക്ക് കൂടുതൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ഇവിടെ പറയാനുള്ളത്, നമ്മുടെ അലോട്ട്മെന്റ് ഷെഡ്യൂൾ എന്താണെന്ന് ചോദിച്ചാൽ 6-ാം തീയതി, അതായത് ഇന്നലെ തൊട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. 9-ാം തീയതിയാണ് നമ്മുടെ വെബ്സൈറ്റ് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. 10-ാം തീയതി നിങ്ങളുടെ ഫസ്റ്റ് പ്രൊവിഷണൽ അലോട്ട്മെന്റ് വരും. അതേപോലെ തന്നെ 11-ാം തീയതി ഫൈനൽ ആയിട്ടുള്ള അലോട്ട്മെന്റ് വരും. 10-ാം തീയതി വന്ന അലോട്ട്മെന്റിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലൈന്റ് ചെയ്യാനും നിങ്ങൾക്ക് അതിനുള്ളിൽ ഫൈനൽ അലോട്ട്മെന്റ് വരുമ്പോൾ പുതിയതായിട്ട് നിങ്ങളുടെ ആ മിസ്റ്റേക്സ് റെക്ടിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. എന്നിട്ട് 12 മുതൽ 18-ാം തീയതിയുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഒരു നിശ്ചിത എമൗണ്ട് നിങ്ങളുടെ കേരളയ്ക്കോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അയച്ചു കൊടുക്കാം. സിയുടെ കമ്മീഷനിലോട്ട് അയച്ചു കൊടുക്കണം. ബാക്കി എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ കൊടുത്താൽ മതിയാവും. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് അതിന്റെ ഫീല് കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാത്തത്. ആൻഡ് അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ തന്നെ നിങ്ങളുടെ സൈറ്റിൽ തന്നെ കാണാൻ കഴിയും. നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡാഷ്ബോർഡിൽ തന്നെ എല്ലാം കാണാൻ വേണ്ടി കഴിയും. സോ 18-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം എന്ത് ചെയ്യും, അവർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് നിങ്ങളുടെ സീറ്റ്സിന്റെ മെട്രിക്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എക്കണോമിക്കലി വീക്ക് സ്റ്റേറ്റ് മെറിറ്റ് അഥവാ ജനറൽ കാറ്റഗറിയിൽ 50% വരുന്നുണ്ട്. EWSന് 10% സീറ്റ്സ് ഉണ്ട്. സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സിന് വേണ്ടി 30%. പിന്നെ ഓരോ കാറ്റഗറിക്ക് ഈഴവ, മുസ്ലിം, അതർ ബാക്ക്വേർഡ്, ലാറ്റിൻ കാത്തലിക് എന്ന് പറഞ്ഞിട്ട് ഓരോ കാറ്റഗറിയും അവരുടെ റിസർവേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ മാക്സിമം എല്ലാവരും നിങ്ങളുടെ റാങ്ക് എത്ര ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക,
കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഓരോ കോളേജിന്റെ ഫീസ് സ്ട്രക്ചേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ആയുർവേദം ബാംസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഇയർലി 13,000 to 30 rupees ആണ് ഫീസായിട്ട് വരുന്നത്. BHSMS അഥവാ ഹോമിയോ പഠിക്കാനാണെങ്കിൽ വളരെ തുച്ഛമായിട്ടുള്ള ചില ഫീസ് മാത്രമേ വരുന്നുള്ളൂ. 1260 രൂപയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് പെർ ഇയർ ഫീസ് വരുന്നത്. ഓക്കെ, ദെൻ അഗ്രികൾച്ചർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി 15,750 ആണ് ഫീസ് വരുന്നത്. അതിപ്പം ഏത് കോളേജിലും നമുക്ക് ടോട്ടൽ 4 കോളേജസ് ആണ് നമുക്ക് കേരളത്തിലുള്ളതെന്ന കാര്യം നിങ്ങൾക്കറിയാം. ഏത് കോളേജിലായാലും ഈ ഒരു ഫീസ് തന്നെയാണ് വരുന്നത്. പിന്നെ ഫോറസ്ട്രിയുടെ കാര്യത്തിൽ സിംഗിൾ കോളേജ് മാത്രമേ ഇവിടെ ഉള്ളൂ. അതിന് സെയിം എമൗണ്ട് ഓഫ് ഫീസാണ് ഇവിടെ ചെയ്യുന്നത് അവർ പറയുന്നത്. നെക്സ്റ്റ് വെറ്റിനറി ഉണ്ട്. വെറ്റിനറിക്ക് 22,000 ആണ്. ദെൻ കോപ്പറേറ്റീവ് ബാങ്കിങ് നോക്കുമ്പോൾ അവിടെ 15,000 ആണ്. ആൻഡ് ബിടെക് ബയോടെക്നോളജി നോക്കുമ്പോൾ 31,000 ആണ്. ഫിഷറീസിനും എന്ത് ചെയ്യുന്നുണ്ട് 17,000 എന്ത് ചെയ്യുന്നുണ്ട് അവർ വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ കേരളത്തിൽ എന്ത് ചെയ്യുന്നില്ല, അഗ്രികൾച്ചർ മറ്റു കോളേജസ് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഒന്നും കേരളത്തിൽ ഇല്ല. സോ ഓരോ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫീസ് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ ഫീസ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പ്രൈവറ്റ് കോളേജസ് എന്ത് ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ 2,82,000 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം 1,99,000 എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ട്യൂഷൻ ഫീസും ബാക്കി 83,000 അവരുടെ സ്പെഷ്യൽ ഫീസുമാണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു 5,000 rupees നിങ്ങൾ എന്ത് ചെയ്യണം അടയ്ക്കേണ്ടതുണ്ട്. ഓൾറെഡി നമ്മുടെ MBBSനും BDSനും അതെല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ ഫീ അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, സോ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഫീസ് അടച്ചിട്ടുള്ള മക്കളാരും ഇവിടെ വീണ്ടും ഫീ അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ എന്ത് ചെയ്യുക, അവിടെ രജിസ്റ്റർ ചെയ്യാത്ത മക്കൾ മാത്രം എന്ത് ചെയ്യുക അവിടെ ഫീ അടയ്ക്കുക. ഓൾസോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. പ്രത്യേക കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് വെറും 500 രൂപ മാത്രം അടച്ചാൽ മതി എന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് എത്ര രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടതെന്ന് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്തെന്നാൽ നിങ്ങളുടെ സൈറ്റിൽ കയറി കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു ഡാഷ്ബോർഡിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് അടയ്ക്കേണ്ടത് വെച്ചാൽ ആ എമൗണ്ട് അവിടെ തന്നെ ഉണ്ടാവും. സോ നിങ്ങൾ അത് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, അതാലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ ഇവിടെ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോയില്ല എങ്കിൽ നിങ്ങളുടെ ഫീ എന്ത് ചെയ്യും നിങ്ങൾക്ക് തിരിച്ച് കിട്ടത്തില്ല. ഓക്കെ, സോ അവിടെ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓൾസോ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് മോപ്പപ്പിൽ പങ്കെടുക്കാനുള്ള ചാൻസസ് മാത്രമേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. നെക്സ്റ്റ് അലോട്ട്മെന്റ്സിലൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, പങ്കെടുക്കാൻ വേണ്ടി കഴിയത്തില്ല. ഓക്കെ, സോ അത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഇവിടെ നമുക്ക് ഗവൺമെന്റ് കോളേജസിനെയും പ്രൈവറ്റ് കോളേജസിനെയും ലിസ്റ്റ് തന്നിട്ടുണ്ട് ഓരോ കോഴ്സ് പ്രകാരം. അതിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓടിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള ടോട്ടൽ കോളേജസും കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയാൻ കഴിയും. ഓൾസോ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ അഗ്രികൾച്ചർ മാത്രം കൊടുക്കാം, എന്നിട്ട് അടുത്ത അലോട്ട്മെന്റിൽ ഫിഷറീസ് വേണമെങ്കിൽ കൊടുക്കാം, അങ്ങനെ ഒന്നും വിചാരിക്കരുത്. നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ എല്ലാം ഇപ്പോൾ തന്നെ ഒരു സിംഗിൾ ആയിട്ട് കൊടുക്കുക. ഫസ്റ്റ് ഇപ്പം നിങ്ങളുടെ പ്രിഫറൻസ്, ഇപ്പം ഞാൻ എൻ്റെ പ്രിഫറൻസ് പറയുകയാണ്, എനിക്ക് ആദ്യം അഗ്രികൾച്ചർ ആണ് താല്പര്യം, എന്നിട്ട് ഫിഷറീസ്, എന്നിട്ട് ഫോറസ്റ്റ് ആണ് എനിക്ക് താല്പര്യമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ആദ്യം അഗ്രികൾച്ചർ വെക്കണം, അതിന് താഴെയുള്ള ഫിഷറീസ് വെക്കണം, അതിലുള്ള കോളേജസ് വെക്കണം, എന്നിട്ട് ഫോറസ്റ്റ് വെക്കണം, എന്നിട്ട് അതിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജസ് വെക്കണം. ഇങ്ങനെ വച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യത്തുള്ളൂ, അടുത്ത അലോട്ട്മെന്റ്സിൽ നമുക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് പരിഗണിക്കത്തുള്ളൂ. ഫസ്റ്റ് അഗ്രികൾച്ചർ വെച്ചിട്ട് സെക്കൻഡ് അലോട്ട്മെന്റ് ആകുമ്പോൾ ബാക്കി കോഴ്സുകൾ വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാകത്തില്ല എന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഓക്കെ, ഇത് ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി സെൽഫ് ഫിനാൻസിനെയും മറ്റുള്ള കോഴ്സുകളുടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കോളേജസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കാണാൻ കഴിയും. ഇതാണ് ടോട്ടൽ ഇവിടെ പറയാനുള്ളത്. പിന്നെ ഈ ഒരു നോട്ടീസ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ആയുർവേദ കോളേജിന്റെ ഇതാ പറയുകയാണെങ്കിൽ ഈ വർഷത്തെ 24-25 വർഷത്തിലെ ഫീസ്, പ്രൈവറ്റ് കോളേജസിന്റെ ഫീസ് എന്ത് ചെയ്തിട്ടില്ല, അവർ റിവീൽ ചെയ്തിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. സോ അവർക്ക് ഇതിൽ ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരാം. അതെന്ത് ചെയ്യുന്നില്ല, അപ്ഡേറ്റ് ചെയ്തില്ല. ഇപ്പോൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുള്ളത് 2 lakh സംതിങ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് എന്താണ്, അവരുടെ പഴയ ഇയറിലെ ഫീസാണ്. 2,80,000 എന്ന് പറഞ്ഞാൽ അവരുടെ പഴയ ഇയറിലെ ഫീസാണ്. അതെന്ത് ചെയ്യാം, ഈ വർഷം അപ്ഡേറ്റ് ആവാം, ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. അതെല്ലാം അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അവർ നിങ്ങളെ എന്ത് ചെയ്യും, അറിയിക്കുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് നിങ്ങളുടെ കാര്യങ്ങളെന്ന് പറയുന്നത്. ഓൾസോ നിങ്ങളുടെ റിസർവേഷൻ കാര്യങ്ങളും നോക്കിയിട്ട് നിങ്ങളുടെ എന്താണ് നിങ്ങൾ കൊടുക്കേണ്ട ഫീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. സോ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ചെയ്യാം. ഞാൻ അതിന് എന്ത് ചെയ്യാം, റെസ്പോണ്ട് ചെയ്യാം. അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.